നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയവും ആവേശകരവുമായ അധ്യായം എഴുതി ചേർത്ത മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയും കളകറഞ്ഞ ദേശഭക്തനും രാഷ്ട്രതന്ത്രജ്ഞനും നിയമപണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിട്ടുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ സ്മരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ശ്രീ ചേറ്റൂരിൻ്റെ സ്മൃതി ദിനത്തിൽ ഇവിടെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മുടെ രാജ്യത്ത് അറിയപ്പെടാത്ത ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആസാദി കാ അമൃത് മഹോത്സവ് എന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം നേടി 75-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര ഗവൺമെൻറ്റും ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടെന്നോണം ശ്രീമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തൊട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ കേരളീയനായിട്ടുള്ള മലയാളിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി ഏറ്റവും ചെറിയ പ്രായത്തിൽ അലങ്കരിച്ച ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാനത്തും അവർ അദ്ദേഹത്തെ വിസ്മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനാദരിക്കുകയും അപമാനിക്കുകയുമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് അറിയാൻ സാധിക്കും. ഞങ്ങൾക്കിന്ന് സന്തോഷമുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദിജിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ സാധിച്ചത്. ഏതായാലും ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെ ദേശസ്നേഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നുള്ളതിലെ ചാരിതാർത്ഥ്യം ഞാൻ ആമുഖമായി തന്നെ പ്രകടിപ്പിക്കുകയാണ്. ഇത് വിമർശനമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിനെ അല്ലല്ല നമ്മുടെ ഇത് ചേറ്റൂർ ശങ്കരൻ നായരോട് മാത്രമല്ല കോൺഗ്രസ് അനാദരവ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ അംബേദ്കറോട് ഇതേ അനാദരവാണ് കാണിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിനോട് ഇതേ അനാദരവാണ് കാണിച്ചത്. ചേറ്റൂർ ശങ്കരൻ നായരോട് ആ അനാദരവ് തുടർന്നു. പിന്നെ കേളപ്പജിയോട്, KP കേശവമേനോനോട് ഇതേ അനാദരവ്. കാരണം ഇവരൊന്നും നെഹ്റു കുടുംബത്തിലല്ല ജനിച്ചത് എന്നുള്ളതാണ് ഈ അനാദരവിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ മാത്രം കുത്തകയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പരിശ്രമിച്ചു. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ ഈ അനാദരിക്കാൻ അല്ലെങ്കിൽ സ്മരിക്കാതിരിക്കാൻ കാരണം മുസ്ലിം ലീഗിനോടുള്ള ഭയമാണ്, അതേപോലെ തീവ്രവാദ സംഘടനകളോടുള്ള ഭയമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അടക്കം വന്ന് സ്മാരകം നിർമ്മിക്കാനുള്ള നടപടിയടക്കം സ്വീകരിക്കുമെന്നുള്ള തരത്തിൽ പറഞ്ഞില്ല. അങ്ങനെ എന്തെങ്കിലും BJP ആലോചനയിലുണ്ട്? അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ജില്ലാ സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് ആലോചിക്കും. കാരണം ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്, ദേശീയതലത്തിൽ പോട്ടെ, കേരളത്തിലെ കോൺഗ്രസ് ഈ മഹാനുഭാവനെ മറക്കാൻ കാരണം? നോക്കൂ നിങ്ങൾ, അദ്ദേഹം നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉന്നത പദവി അലങ്കരിച്ച ആളാണ്. വൈസ്രോയി കൗൺസിൽ അംഗമായിരുന്നു. പക്ഷേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഴുവൻ രാജിവെച്ചുകൊണ്ട് ദേശാഭിമാന ബോധത്തിൻ്റെ ആധാരത്തിൽ അദ്ദേഹം രാജ്യസ്നേഹപരമായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അത് സജീവമായി പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പദവികളും വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയിട്ട് എല്ലാ പദവികളും വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദേശാഭിമാന ബോധത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ കാണിക്കുന്നത്. മാത്രമല്ല പകരം ഒരാളെ നിശ്ചയിക്കണമെന്ന് ബ്രിട്ടീഷ് മേധാവി ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ പ്യൂണിനെ നിയോഗിച്ചോ, അദ്ദേഹത്തെ നിയോഗിച്ചാൽ നിങ്ങൾ പറയുന്നതനുസരിക്കാൻ തയ്യാറാകും എന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയാൻ തൻ്റെ ഇടം കാണിച്ച ദേശഭക്തനും കൂടിയാണ്. അത്തരമൊരു ദേശഭക്തനെയാണ് തമസ്കരിക്കാൻ കോൺഗ്രസ് തയ്യാറായത്. കാരണം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ പാത സ്വീകരിച്ചവരെ വിസ്മരിക്കുകയും രാഷ്ട്രത്തിൻ്റെ സ്വത്ത് കുടുംബത്തിൻ്റെ സ്വത്താക്കി മാറ്റിയിട്ടുള്ള സോണിയ, രാഹുൽ, പ്രിയങ്ക, ബാദ്ര കുടുംബത്തെയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം മാതൃകയായി സ്വീകരിച്ചത്. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത
ശ്രീമാൻ RSS തലവനായിട്ടുള്ള ഡോക്ടർ കേശവരാം ഗഡ്ഗേവറിനെ മറന്നതിൽ നമുക്ക് ആരും അത്ഭുതപ്പെടേണ്ട. ചേറ്റൂരിനെ മറന്ന കോൺഗ്രസ് നേതൃത്വം ഈ ഡോക്ടർ കേശവരാം ഗഡ്ഗേവറിനെ പോലെയുള്ള ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ, അംബേദ്കറെ പോലെയുള്ളവരെ, മഹാത്മജിയെ പോലും, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലും വിസ്മരിച്ചതിൽ അത്ഭുതമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു മലയാളിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യത്തെയും അവസാനത്തെയും ആളാണ്. പക്ഷേ എന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് അദ്ദേഹത്തെ അനാദരിക്കാൻ ആണ് തയ്യാറായത്. കാരണം അദ്ദേഹത്തിന് 1921 വംശീയ കലാപത്തോട്, മാപ്പിള കലാപത്തോട് അദ്ദേഹത്തെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതൊരു വംശീയ കലാപമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി സമൂഹത്തോട് തുറന്നു പറഞ്ഞ ആളാണ്. അതാണ് മഹാത്മജിയൊക്കെ ഏറ്റെടുത്തത്. അതിൽ മുസ്ലിം ലീഗിന് അതിർത്തിയുണ്ട്, തീവ്രവാദ സംഘടനകൾക്ക് അതിർത്തിയുണ്ട്. അതുകൊണ്ട് 2000 ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടുകൊണ്ട്, തീവ്രവാദ സംഘടനകളെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഈ ചേറ്റൂർ ശങ്കരൻ നായരോട് അനാദരവ് കാണിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. പക്ഷേ ഇതുപോലുള്ള ദേശാഭിമാനികളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവരുടെ ജീവിതം ഒരു സാധനാ പാഠമാകണം പുതിയ തലമുറക്ക് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ല, ഞങ്ങൾ ഈ ഏറ്റെടുക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് പഴയകാല കുറേ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് സ്മരിക്കാൻ സാധിച്ചല്ലോ. അവർ വിസ്മൃതിയിലാണ്ട് പോയതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും വാദ്രായുടെയും നേതൃത്വത്തിലെ കോൺഗ്രസ്സിന് അവകാശമില്ല. അതുകൊണ്ട് അങ്ങനെ അവകാശം ഇല്ല എന്ന് ഇക്കാര്യത്തെക്കുറിച്ച് മഹാത്മജിക്ക് നേരത്തെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞത്. ഇന്ന് ചേറ്റൂരും മഹാത്മജിയും പട്ടേലും അംബേദ്കറൊക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ആദ്യം അവർ ആവശ്യപ്പെടുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്നത്തെ കോൺഗ്രസ്സിന് സാധ്യമല്ല. ആ സ്വാതന്ത്ര്യ സമരത്തിൽ വിവിധ ചിന്താഗതിയുള്ള ആളുകൾ സ്വാതന്ത്ര്യം എന്ന ഒറ്റ ലക്ഷ്യം, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യം എന്ന ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ കുത്തകയൊന്നുമല്ല. അത് കോൺഗ്രസ്സിന് ഈ പാരമ്പര്യം അവകാശപ്പെടാൻ ധാർമ്മികമായിട്ടോ ഒരവകാശമില്ല.